നിങ്ങൾ എവിടെ പോകുന്നുണ്ടോ രാവിലെ തന്നെ? ഞാൻ ജോലിക്ക് പോണം. ജോലിക്കാ? പിന്നല്ലാതെ നിങ്ങക്ക് രാത്രി അല്ല പണി? മോട്ടിക്കലൊക്കെ നിർത്തിയടാ. ഇപ്പം മാന്യന്മാരെ ടൈലിന്റെ പണിക്ക് പോയിട്ട് ജീവിക്കാം. ഞാനൊന്നും ചെയ്തില്ല. സത്യം ഞാൻ ചെയ്തില്ല സാറേ. സത്യം പറ. ഞാൻ പോളിച്ചില്ല സാറേ. സത്യമായിട്ടില്ല സാറേ. ഇല്ല സാറേ. നീ എന്തിനാണ് തേങ്ങ മോഷിക്കുക? ഞാൻ വീട്ടിലെ ആവശ്യത്തിലേക്ക്. വീട്ടിലെ ആവശ്യത്തിന് 500 തേങ്ങ രാത്രി മോഷിക്കും. എന്താണ് എസ് ഐ സുഗതൻ സാറല്ലേ പോയത്? അങ്ങനെ റിട്ടയർഡ് ആയില്ലേ? റിട്ടയർഡ് ആകുന്നത് അങ്ങനെ മൊത്തം കലിപ്പാണ്. അങ്ങേരാ? ആയ കാലത്ത് തന്നെ ഇടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അങ്ങേര്. ഏത് കേസിന്? തേങ്ങ മോട്ടിച്ചാണ്. ആ ചെറിയ കേസിനാ? ചെറിയ കാസിലെങ്കിലും വലിയ ഇടിയാണ് ഇങ്ങേരെ. അങ്ങേരാ? സീനാണല്ലേ? മൊത്തം കലിപ്പാണ്. അങ്ങനെ വെള്ളം പോയി ചാടിക്കൊടുക്ക കേട്ടോ. ഞാൻ എന്റെ അമ്മേ ഇന്നലെ ജോലിക്ക് പോണ്ട. അണ്ണ എങ്ങോട്ട് പോകുന്നു? അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ടല്ലേ പോയത്? നീ വാ, ഒരു പതിൻ്റെ അടുത്ത് അടിച്ചിട്ട് വരാം. പറഞ്ഞെങ്കിൽ വാടാ. അയ്യോ വീടാണത്. നിങ്ങൾ കേൾക്കണില്ലേ ഇതൊരു വീടാണോന്ന്? എന്തിനു നീയും കൂടെ എങ്ങനെയാണ് ബഹളം വെക്കണേ? എന്തിനാന്ന് മനസ്സിലായില്ലേ? ഇവരെന്തിനാ കിടന്ന് ബഹളം വെക്കണേ? ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റൂന്നോ? വായ തുറന്ന് പറയണം ഈ പരിപാടി ഇവിടെ നടക്കില്ലാന്ന്. ഇടി എന്റെ മോനാണെങ്കിൽ എനിക്ക് പറയാം. ഇപ്പൊ അച്ഛനാണ്. അച്ഛൻ്റെ അടുത്ത് ഞാൻ എങ്ങനെയാണ് പറയണത്? പ്രായമായിട്ടുണ്ടെങ്കിലേ ആ രീതിക്ക് നിക്കണം. ഇത് പണ്ടങ്ങാണ്ട് ഈ സ്കൂളിൽ പഠിക്കുമ്പോ നാടകത്തിലോ അതിലെന്താ ചെയ്യാൻ മികച്ച നടനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ ഉള്ളി കിടന്നിട്ടേ. അതുള്ളി കിടന്നിട്ട് പ്രായം പോയി കിടന്ന് തുള്ളുവോ മനുഷ്യര്? എന്റെ അച്ഛനുവേ ഇതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥനുമായിരുന്നു, റിട്ടയർഡും ആയി. എന്തെങ്കിലും ശല്യം ഉണ്ടോ ആ മനുഷ്യനെ കൊണ്ട്? വേണ്ടാ. ഇടി നീ പറയണായിട്ടൊന്നും ഞാനിപ്പോ പറഞ്ഞു പഠിപ്പിച്ച് ചെയ്യിക്കണയാണെന്ന്. ഇത് പെൻഷനായി കഴിയുമ്പോ ഇങ്ങനത്തെ മുതുക്ക് കൂത്താട്ടങ്ങൾ കാണിക്കുന്നു ഇവിടെ ആരെങ്കിലും അറിഞ്ഞാ? Sing the flame for the thrill of feeling the things of Jurassic Park.
these times. The Jurassic Park is so many dangerous situations. It's me, I want to stay in Sweden. Yes. And you must have been Hello. I love you. So. ഒരു കാര്യം ഞാൻ നിങ്ങളോട് അവസാനമായിട്ട് പറയാണ്, ഈ പരിപാടി ഇവിടെ നടക്കില്ല. എനിക്കിതൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കാം, അല്ലെങ്കിൽ ഇത് നിർത്തണം. ഏത് വേണം? എടി, നാണക്കേട് എന്ന് പറയുന്നത് എനിക്കുണ്ട്. ഇപ്പൊ ഓഫീസിൽ ചെല്ലാൻ പറ്റണില്ല. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാരും കളിയാക്കണം. ആ നാണക്കേട് മാറ്റണമെങ്കിലേ ഇത് പറ്റൂലെന്ന് പോയി വാതർണം കൊണ്ട് പറയും. നിങ്ങള് എന്തിനാ ഇവിടെ ഇരിക്കണത്? മനപ്പൂർവ്വം ബഹളമുണ്ടാക്കാണ്. എന്റെ പണ്ട് നീ ഒന്നും ഒച്ച കുറയ്ക്കാതെ. ഇത് എല്ലാം കൂടെ മനുഷ്യന് തലയ്ക്ക് പ്രാന്ത് എടുക്കണം. ആ അത് തന്നെ, സ്വസ്ഥതയില്ല കേട്ടോ. മനപ്പൂർവ്വം വെച്ചിട്ടാക്കാം. എന്റെ മോൻ പേടിച്ച്, അപ്പൊ കൊണ്ട് ഓഡിയൻസ് പേടിക്കും. വിജയിച്ചു, പരിപാടി വിജയിച്ചു. കുറച്ച് കഷ്ടമുണ്ട് കേട്ടാച്ചാ. എന്ത് കഷ്ടം? ഇത് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? അപ്പുറത്തുള്ള ആൾക്കാർ കളിയാക്കി ചിരിക്കണാണ്. ഇവിടെ ചുറ്റുപാടുള്ളവർ പെൻഷനായി കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ എന്തെങ്കിലും കൃഷിപ്പണിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോവാ, ഒന്നുമില്ലെങ്കിൽ അമ്പലോ പള്ളിയൊക്കെ സന്ദർശിച്ചിട്ട് അങ്ങനെ ആത്മീയ പരിപാടിയായിട്ട് പോവും. അത് അവരുടെ താല്പര്യം. എന്റെ താല്പര്യം ഇതാണ്. ഞാൻ പഠിച്ചിട്ടുള്ള എന്റെ കല എനിക്കത് വേണ്ട രീതിയിലൊന്നും ചെറുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല. നിങ്ങളൊക്കെ പോറ്റി വളർത്തേണ്ട ആ ഒരു ഇതിൽ എനിക്ക് ജോലിക്ക് പോകേണ്ട വന്നു. പെൻഷനൊക്കെ പറ്റി വെറുതെ നേരം പോക്ക്. മണ്ടുവിനാണെങ്കിൽ മൈഗ്രൈൻ്റെ അസുഖം. മണ്ടുവിന് മൈഗ്രൈന്റെ അസുഖം ഉണ്ടെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോവാൻ പറയടാ. മണ്ടുവിന്റെ മൈഗ്രൈൻ അതിന് ഞാൻ എന്ത് വേണം? അങ്ങളെ സുഖങ്ങൾ തലവേദന എടുത്തിട്ട് അവള് ഇവിടെ വിഷമിച്ചിരിക്കുകയാണ്. അവൾക്ക് തലവേദന അവൾക്ക് ഇപ്പോഴല്ലേ ഉള്ളൂ. അവളെ നീ കെട്ടിയോർത്തുന്ന മുതൽ എനിക്ക് തലവേദനയാ. അത് നീ മനസ്സിലാക്കിയാന്ന് തീരുമാനിച്ചിരിക്കുന്നിടത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യം. ആര് നന്നാവില്ലാന്ന്. പെണ്ണ് കെട്ടിയതിനു ശേഷം എന്റെ മന്മഥൻ ആളാകെ മാറിയല്ലോ. ആര് പെണ്ണ് കെട്ടി? അവൾ ഇവനെ കെട്ടിയിരിക്കണത്. അത് മണ്ടോദരി അല്ല, മണ്ടോദരനാണത്. ഇത് മന്മതി. മതി നീ കുട്ടികൾ പറയണതിലും കാര്യമുണ്ട്. അവർക്ക് താല്പര്യമില്ലെങ്കിൽ ഇവിടെ വേണ്ടടാ, നീ എന്റെ കൂടെ വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാലോ. നിനക്ക് എന്താ സുഖത? എന്റെ വീട്ടിൽ എനിക്ക് എന്റെ ഒരു കല പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അങ്ങനെ പോവാന്ന് വേണ്ട. എന്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ഈ പരിപാടി അവിടെ അവതരിപ്പിക്കണ്ടേ? പിന്നെ ഇത് പോട്ടെ, നമുക്ക് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന പ്രോഗ്രാമൊക്കെ നമുക്ക് റീൽസ് ചെയ്യണം. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വൈറലായി കഴിഞ്ഞാൽ ഏത് മത്സര വേദിയിൽ ചെന്നാലും നമുക്ക് വരാം. എല്ലാരും ചൊല്ലിനതല്ലിവൻ കജ്ജുക്കുള്ളൊരു കാര്യക്കാരൻ മൊഞ്ചാണേ. ലങ്കി മറിഞ്ഞൊരു മാനത്തമ്പിളി പോലൊരു മാരൻ കടലാണേ. നീന്തിക്കയറിയ പോരിശയുള്ളൊരു ബാല്യക്കാരൻ നെഞ്ചാണേ. ലഞ്ചി കൊഞ്ചണ കണ്ണഞ്ചും ഒരു ചെഞ്ചൊടിമാരൻ ഗുണ്ടായി മറുസരികൊണ്ട് കാവിലും കടക്കനും വേറണ്ട്. അതപിനും ഉൾപ്പൊരു ലേസണ്ട് കളിയാണ് കച്ചില് വേറണ്ട്. മണിയറ തുറക്കണ ചിരിയുണ്ട്, ചിരിയിൽ തേൻ പൊതിയുണ്ട്. അരിമുല്ല കണക്കിന് കഥയുണ്ട്, കഥയാണ് പറയാനേറുണ്ട്. പേടിക്കണ്ട, ഫോണിൽ വാ. നിങ്ങളല്ലേ പറഞ്ഞ അങ്ങനെ സീനാണെന്നൊക്കെ? അങ്ങനെ ആർക്ക് സീനാണ്? നോക്ക് അങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കും. A lot of go. Remember when you wanted this naivety was all you own. A stoner got in you, but you were like, man, what you own? Now you're like, talk about the drugs I gave your dad a dose. Baby destroying his women left, right, and center. Maybe this time to be fighting curtains or just winter. Babies without names, father or family roots. Harder it gets for them, marriage is set for them. Hi, you keep walking back as the cover. You had to come back from behind and say, ഓരോ കലാകാരന്മാരായിരുന്നല്ലേ? എന്റെ കുറെ വർഷം പോയടാ. എങ്ങനെ ഇങ്ങനെ പേടിച്ച് ഭ്രാന്തിന്റെ ഡോക്ടറെ പോയി കണ്ടു ഞാൻ. from all the mess like you know nothing just bother you. Where did you get all the color and the Nike who powered you? Products all around, but poverty in reals. Half it even till make it look like monetary bills. Daffodils to kill, I used to get it, put him in the face. You murderer, seems like you lost the people who you could have called a furtherer. Now you go door to door.
ചൊല്ലുന്നതല്ലിവൻ അജ്ജുള്ളൊരു കാര്യക്കാരന് കൊഞ്ചാണ് നന്ദി മറിഞ്ഞൊരു മാനത്തമ്പിളി പോലൊരു മാരങ്കടലാണ് നന്ദി കയറിയ പോലിശുള്ളൊരു ബാല്യക്കാരന് നെഞ്ചാണ് ലഞ്ചി കൊഞ്ചന കണ്ണഞ്ചും ഒരു ചെഞ്ചൊടിമാരൻ. കരുത്തമ്മ സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് കെട്ടാൻ കഴിഞ്ഞില്ല, കെട്ടിയ പെണ്ണിനെ എനിക്ക് സ്നേഹിക്കാനും കഴിഞ്ഞില്ല. ഇന്നെല്ലാം മറന്നുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരില്ലേ കരുത്തമ്മ? നീ വന്നില്ലെങ്കിൽ ഈ കടാപ്പുറത്ത് പാടി പാടി ചങ്ക് കൊടുത്ത് ഞാൻ മരിക്കും. ശല്യമല്ല അച്ഛാ. ആരാടാ പറ്റിയത്? ആരാടാ? സുലൈമാനോ? വെക്കണ വെടി വെക്കാനാ പറഞ്ഞത്. അച്ഛാ, വെടി വെക്കാൻ അറിയാത്ത നീയൊക്കെ ആണാണോടാ? ആ വെടിവെക്കാനാ? എന്താടാ? എങ്ങനെയുണ്ട് മധു? അതെ, ഞങ്ങൾക്ക് ആർക്കും ഇവിടെ മാന്യമായിട്ട് ജീവിക്കണ്ടേ? ഇത് ജീവിച്ചോ? എന്ത് വേഷം കെട്ടാണ് അച്ഛനീ കാണിക്കണത്? എന്തെങ്കിലും വേഷം ഇത് ഞാൻ എന്നല്ലേ ഈ സൗണ്ടും ബഹളവും ഒക്കെ റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയ നല്ല വയറിലായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. എന്റെ അച്ഛൻ ഞങ്ങളും മാന്യമായിട്ട് സാമൂഹ്യമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് ആളുകൾ കളിയാക്കിയിട്ട്. എടാ, ഞങ്ങൾക്ക് മനസ്സിന് പിടിച്ച കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണതിന് എന്താ തെറ്റ്? അതിനൊക്കെ ഒരു നേരവും കാലവും ഇല്ല അച്ഛാ. ഈ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുമ്പോഴാണ് മിമിക്രി ട്രൂപ്പ് ഉണ്ടാക്കാൻ നടക്കുന്നത്. ഇപ്പൊ ആളുകൾ എന്തൊക്കെ പറഞ്ഞാ കളിയാക്കി ചിരിക്കണേന്നറിയാമോ? നിങ്ങൾ അന്തസ്സുള്ള ഒരു SI ആയിട്ട് റിട്ടയർഡ് ആയ ആളാണ്. ഇത് കാണിക്കാൻ നടക്കലല്ല നിങ്ങളുടെ പണി. റിട്ടയർഡ് ആയ അടങ്ങി ഒതുങ്ങി മക്കൾക്കും കുടുംബത്തിനും ശല്യം ഇല്ലാതെ എവിടെയെങ്കിലും ശിഷ്ടകാലം ഒതുങ്ങി കഴിയുക, അല്ലാതെ ഫേമസ് ആകാൻ നടക്കുകയല്ല വേണ്ടത്. എടാ, SI ആയിരിക്കുമ്പോ മനസ്സിൽ വെറുപ്പാണെങ്കിലും പുറത്ത് എന്നെ തൃപ്തിപ്പെടുത്താൻ പലരും ഇങ്ങനെ ബഹുമാനിച്ചൊക്കെ നടന്നിരുന്നു. ഇപ്പൊ ഓരോരുത്തർ എന്നെ കാണുമ്പോ ചിരിച്ചിന്റെ അടുത്തേക്ക് വരുമ്പോ എനിക്ക് എന്തായാലും ഒരു സന്തോഷം എന്നറിയോ? അച്ഛന്റെ സന്തോഷം എന്തായാലും കൊള്ളാം. ഞങ്ങളുടെ സന്തോഷം തല്ലിക്കിടത്തിയിട്ട് അച്ഛൻ സന്തോഷിക്കണോ? ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം. ഇനി മേലിൽ ഈ വക പരിപാടിക്ക് നിന്നാ ഏതെങ്കിലും റൂമിലിട്ട് പൂട്ടിയിട്ട് താക്കോലായിട്ട് ഞാൻ പോവും. പറഞ്ഞേക്കാം. മിമിക്രി കളിക്കാൻ ഇറങ്ങിയേക്കാം. അടുത്തു ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി വീണ്ടും ഒരു പാഴ്ജന്മം? ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുന്നോട്ട് പോകും. അച്ഛ ഡബിള് മുണ്ട് ഞാൻ കുത്തിക്കയറ്റും. ഞാൻ അണ്ണാക്കില്ല. ഞാൻ പോവും. ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും. എന്റെ മന്മതേട്ട, നിങ്ങളൊന്ന് വിളിച്ചിട്ട് കാര്യം പറയാൻ നോക്ക്. വീട്ടില് സമാധാനമില്ല. ഇപ്പൊ നാട്ടിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിപ്പോ ചെണ്ട വന്ന് മദ്ദളത്തിന്റെ അടുത്ത് വിഷമം പറയണ പോലെ ആയി. എന്റെ ഭാര്യ ഇവിടെ പറഞ്ഞു മടുത്ത്. ചേച്ചിക്ക് അറിയാം ഇപ്പൊ എന്റെ അവസ്ഥ. ഭാര്യ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയി. രണ്ടാളും കൂടി നിന്നിട്ട് ആ വീടിന്റെ നടുക്കുന്ന് തുപ്പി നാറ്റിക്കാണ് ഇതൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ആരെങ്കിലും വന്നാൽ ഇരിക്കാൻ 2 കസേര ഇട്ടിട്ടുണ്ടായി വാതുക്ക. അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി മച്ചുമോളിൽ വെച്ചേക്കണ്. ഒരാൾ ഇരിക്കാൻ പാടില്ല. സ്റ്റാൻഡപ്പ് കോമഡിയാണ് ചെയ്യണേ. എത്ര എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇവിടെയുള്ള മറ്റേ സ്പൂണൊക്കെ ഉണ്ടല്ലോ, സ്പൂണല്ല മൈക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ച് പിടിച്ചിട്ട്. ഇവിടെ സ്പൂണിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. ഒരു ദിവസം നട്ടപ്പാതിരൊക്കെ ഞാൻ ഞെട്ടി എണീറ്റ് നേരം വെളുത്താന്ന് ഓർത്ത് നോക്കുമ്പോ 2 മണിയാണ്. പുള്ളി ടെറസിന്റെ മുകളിൽ കയറി സുപ്രഭാതം പൊട്ടി വിടരുന്നത് പ്രാക്ടീസ് ചെയ്യാണ്. ഇവിടെ കോഴി കൂവല. കോഴി അതിന് സമയമൊന്നുമില്ല. 2 മണിക്ക് ഇവിടുത്തെ കോഴി കൂവും, 3 മണിക്കും കൂവും, 4 മണിക്കും ഒക്കെ കൂവും. അതെ, ഇവിടെ കൂവിക്കൊണ്ടിരുന്നു അച്ഛനും മോനും കൂടി. ഭാര്യയുടെ ഭാര്യക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട് അത് പോയി. ഞാൻ പെട്ടി പാക്ക് ചെയ്ത് വെച്ചേക്കണേണ്. ഏത് നിമിഷം ഞാനും പോവും. അപ്പോ 2 രൂപ നോട്ടുകളിട്ട് 5 രൂപയെടുക്കുന്നു ചിലര, 5 രൂപയെടുക്കുന്നു ചിലര. കള്ളക്കാശൊലി ചെയ്താൽ കണ്ണുകൾ രണ്ടും തിരികിട്ട സുഹൃത്തെ, നീ അവിടെ നിൽക്കണ്ട പുര, ഞാൻ പോയി നീരാടി വരട്ടെ. നീ എന്താണ് ചെയ്തത്? ശ്വാസം പാട്ട് ശ്വാസം മുട്ടി ചാവ് കിടന്ന് തുള്ള. ശ്വാസം മുട്ടി ചാവണ് ഞങ്ങളല്ലേ. നിനക്കെന്താ ഈ തുള്ളാട്ടം? നിങ്ങൾക്ക് എന്താ പ്രാന്താണോ നിങ്ങൾക്ക്? അല്ല ഇതല്ലടാ, ഇനി പുറമെ പുള്ളമ്പാട്ട് വരാം. മനുഷ്യരെ നാണം കെടുത്തതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. അതെന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ കിടന്ന് കാണിക്കുന്നത് പോരാതെ ഈ
എന്ത് കുന്ത്രാണ്ടാ ഉണ്ടാക്കണത്? എന്തിനു നീയൊക്കെ ഇങ്ങനെ കിടന്ന് തുള്ളണേന്ന് ആളുകൾ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുന്നുണ്ടല്ലോ. ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടേക്കണേ. ഇന്നത്തോട് നിർത്തിക്കൊള്ളണം. ഇനി ഈ പരിപാടി ഇവിടെ പറ്റില്ല. അല്ലെങ്കിൽ ഈ പരിപാടി ഇനി ഇവിടെ ചെയ്യാൻ ഞങ്ങൾക്ക് നേരല്ലടാ. ഞങ്ങളുടെ ഒരു ഐറ്റം ഇനി നീ കാണണമെങ്കിൽ ടി വി തുറന്നിരിക്കണം. പലരും ഒന്ന് കയറാൻ കൊതിക്കുന്ന വേദിയിലേക്കാടാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെലക്ഷൻ കിട്ടിയിരിക്കണേ. ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ സൂപ്പർ ചിരിയിലേക്കാണ് ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയത്. ടിവിയിലാ നിങ്ങളാ ഞങ്ങള്. പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും സൂപ്പർ ചിരിയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം ചക്കര, ഞാൻ നിങ്ങളുടെ സ്വന്തം പണ്ഡിറ്റ്. നമുക്ക് അതുപോലെ ഷോയിലേക്ക് കടക്കാവുന്നതാണ്. അതെ. ആദ്യം അതിന് മുമ്പ് നമ്മുടെ ജഡ്ജസിനെ വിളിക്കണ്ടേ? പിന്നെ നമ്മുടെ ചാർലി ചാപ്ലിൻ അവാർഡ്, മിസ്റ്റർ ബീൻ അവാർഡ്, ഒരുപാട് പേരെ ചിരിപ്പിച്ച് മിമിക്രി വേദി ഇളക്കി മറിച്ച നമ്മുടെ പ്രിയപ്പെട്ട മൊയ്തു സാറിനെ നമുക്ക് ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മൊയ്തു സാർ. താങ്ക് യു. അടുത്ത ആളിലേക്ക് പോയാലോ? അത് ഞാൻ എന്റെ ഫേവറേറ്റ് ഒരാളാണ്. നമ്മുടെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം തൊട്ട് തന്നെ നമ്മളെല്ലാ കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ വരെ ഈ ഒരു കോമഡിയുടെ വിത്തുകൾ പാകിയ, കോമഡി മുളപ്പിച്ചെടുത്ത മുത്തുമണിയായ രാഘവൻ സാർ. പ്ലീസ് വെൽക്കം ടു ദ ഷോ രാഘവൻ സാർ. അടുത്തത് മലയാളത്തിൽ നമുക്കിപ്പോ ഒരു മെയിൻ ആയിട്ട് ഒരു സ്ക്രിപ്റ്റ്, കോമഡി സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു ചിരിയുടെ സ്ക്രിപ്റ്റിനെ പറ്റി നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഇയാളുടെ പേര് കൂടാതെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതും അങ്ങനത്തെ ഒരാളാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ ഈ സൂപ്പർ ചിരിയുടെ പെറ്റാണ്. പെറ്റ് ആണിക്കല്ലെന്ന് വേണം നമുക്ക് പറയാം. മതി അങ്ങനെ പറയല്ല, ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല, അത്രത്തോളം മതിയാവത്തില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ ചക്കര നമ്മളെ ഫസ്റ്റ് കണ്ടസ്റ്റൻസിനെ വിളിച്ചാലോ? ഉറപ്പായിട്ട്. അത് ആരൊക്കെയാണ് വരാൻ പോകുന്നത്? പേരല്ല, അവരുടെ പേരിലല്ല മെയിൻ ആയിട്ടുള്ള കാര്യം, അവരുടെ ജോലിയാണ്. അതെ, ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ, ഒരു വില്ലേജ് ഓഫീസറുമാണ്. സാർ എന്നാ വിളിക്കട്ടെ, ഞങ്ങൾ അവരെ വിളിക്കട്ടെ. എന്നാ പ്രശ്നം ഞങ്ങൾ വിളിക്കുകയാണ് നമ്മളെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ശീതളൻ സാർ ആൻഡ് സുധൻ സാർ. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. ഓ, എവിടുന്ന് വരുന്നേ? നാന് മുണ്ടൂരിന്നാണ്. സ്ഥലം ചോദിക്കുമ്പോ എന്താ മുണ്ടൂര് പറഞ്ഞ്? അല്ല, മുണ്ടൂര് എന്ന് പറഞ്ഞാൽ പാലക്കാട് മുണ്ടൂരാ എന്റെ വീട്. ഓ, എന്താ പേരെന്താ? പേര് കണ്ടമുത്തന്ന്. കണ്ടമുത്തന് എന്താ അസുഖം? എന്താന്ന് അറിയില്ല സാറേ, കുറച്ച് ദിവസമായിട്ട് എന്റെ വയറിന്റെ ഉള്ളിൽ കൂടെ കച്ച ഇങ്ങനെ തീവണ്ടി പോണ മാതിരി സൗണ്ട്. നോക്കി നോക്കട്ടെ. കേൾക്കണ്ടോ? സൗണ്ട് ഒന്നും കേൾക്കാനില്ലല്ലോ. ഇല്ലേ? ഇല്ല. ആ, ഒന്നപ്പോ ട്രെയിൻ എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും സ്റ്റേഷനിൽ, അതുകൊണ്ടാവും. വയറുവേനയാണ്. വയറുവേനയാണ്. എന്താ കണ്ടമുത്തന്റെ ജോലി എന്താ? എന്റെ ജോലി എന്ന് പറഞ്ഞത് നാം പനയമ കയറുകയാണ്. ഇതിനായി വെറുതെ പനയുടെ മുകളിൽ കയറുന്നു? വെറുതെ പനയമ കയറാൻ എനിക്ക് എന്താ പ്രാന്താണ്? എനിക്ക് കള്ളിയത്താണേ. ഓ, അത് ശരി, ചെത്തു തൊഴിലാളിയാണ്. അല്ല, ഈ പന കയറല് ഏത് സമയത്തൊന്നും ഉണ്ടാവില്ല, ഒരു സീസണിലല്ലേ ഉണ്ടാവുള്ളൂ ഈ പന കയറുന്നത്? അത്രയേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് എന്താ കണ്ടമുത്തൻ ചെയ്യണേ? അല്ലാത്ത സമയത്ത് ഞങ്ങള് പാരമ്പര്യമായിട്ട് വൈദ്യന്മാരാണ്. പാരമ്പര്യമായിട്ട് വൈദ്യന്മാരാണ്? വൈദ്യ ചികിത്സയാണ് ഞങ്ങൾക്ക്. അത് എന്താ വൈദ്യ ചികിത്സ? അതെന്ന് പറഞ്ഞ ഈ ഒറ്റമൂലി ചികിത്സ ഉണ്ട് ഞങ്ങൾക്ക്. സത്യം പറഞ്ഞ എന്താണ് ഈ ഒറ്റമൂലി ചികിത്സ? അതിപ്പോ അങ്ങനെയൊന്നുമില്ല, ഒറ്റയ്ക്ക് ഒരു മൂലയിൽ ഇരുന്ന് ചികിത്സിക്കുക, അത്രേ ഉള്ളൂ. അതാണ് ഒറ്റമൂലി ചികിത്സ. ശരിക്കും അതാണ് ഒറ്റമൂലി ചികിത്സ. അപ്പൊ ഇതിന്റെ ഈ മരുന്നുകളൊക്കെ എങ്ങനെയാണ്? അത് നമുക്ക് മരുന്നുണ്ടാക്കാൻ മിഷ്യനുണ്ട്. മിഷ്യനുണ്ട്? ഓ, ശാസ്ത്രമൊക്കെ പുരോഗമിച്ചല്ലോ. എനിക്കിപ്പോ ഈ മിഷ്യൻ ഒന്ന് കാണാൻ പറ്റുമോ വീട്ടിൽ വന്ന? ആ, ഉപ്പ കാണാൻ പറ്റില്ല, മായാൻ വിട്ടിരിക്കുകയാണ്. രണ്ട് ആട്ടുംകുട്ടികളാണ്. അതിപ്പോ നമ്മളതിന്റെ ഫ്രണ്ടില് അതിന്റെ മുന്നാടത്ത് ഇങ്ങനെ പച്ചരൊക്കെ ഇട്ട് കൊടുക്കുക. അതങ്ങനെ തിന്നിട്ട് പുറകിൽ കൂടെ ഗുളിയായിട്ട് വരും. അപ്പൊ ഒന്ന് പോവാണ്ട് പിടിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. വയറുവേനയാണ് അല്ലേ? ഞാൻ നോക്കട്ടെ കേട്ടാ. ശരി. ഇവിടെ വരണ്ടോ? ഉണ്ട് സാറേ, ഇവിടെ ഉണ്ട്. ഓ, ഇവിടെ ഉണ്ട്. അത് പേടിക്കണ്ട കേട്ടോ, അത് നിസ്സാര പ്രശ്നമാണത്. എന്താണ്? അല്ല, നിങ്ങളുടെ ഈ ചെറുകുടലും വൻകുടലും സ്ഥാനം തെറ്റി കിടക്കുക, കെട്ടുപനഞ്ഞ് കിടക്കണ കണ്ട, കയ്യിലെ കട തന്നെ ഉണ്ടാ. കൈ എടുക്കുന്നത് അണ്ടർവയറിനെ വള്ളി പിടിച്ചിട്ടാണ് തമാശ കളിക്കുന്നത്.
എന്റെ ദൈവേ, ഇങ്ങനത്തെ ഒരു പൊട്ടന്റെ അടുത്താണ് ഞാൻ എന്റെ ജീവനം കൊണ്ട് വന്നിരിക്കുന്നത്. പോയി നിങ്ങള്. പൊട്ടനോ? ഞാനോ? ഇതാണ് ഉള്ളത് പറഞ്ഞാ പൊട്ടൻ. ഹലോ, ആ സാറേ നമസ്കാരം. ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഒന്നുമില്ല, തെങ്ങും തൈകൾ അന്വേഷിച്ചിട്ട് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സാറിന്റെ കേരഗ്രാമം 10 ദിവസം നടത്തിയിട്ടുള്ള പ്രസംഗം ഉണ്ടല്ലോ, അത് ഗംഭീരമായിട്ട് ഏറ്റു തോന്നുന്നു. ആളുകൾ ഒരുപാട് തെങ്ങും തൈ അന്വേഷിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സാറേ വേറൊരു കാര്യം, ഈ തെങ്ങും തൈകൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. എന്നാ പിന്നെ ഈ മഴയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് ആളുകൾക്ക് അത് കൊടുത്തു തീർക്കാമല്ലോ. ആയിക്കോട്ടെ സാറേ. ഓക്കെ ഓക്കെ. എന്റെ പൊന്ന് പെണ്ണും പിള്ളയെ ഞാൻ വീട്ടിൽ നിന്ന് നിന്റെ അടുത്തൊന്നല്ലേ ഇങ്ങോട്ട് വന്നത്. അതിനിടയ്ക്ക് നിനക്ക് വിളിച്ചിട്ട് അത് വേണം ഇത് വേണോ പറയാം. ഞാൻ വിളിക്കാം, ഓഫീസ് കഴിയട്ടെ. വിളിക്ക്. അതെ, വിക്സ് ഉണ്ടോ? അതെ, ഉണ്ടെങ്കിൽ ഉണ്ട് പറ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറ. എന്താ സാറേ തലവേനക്ക് കാരണം? നിങ്ങളൊക്കെ തന്നെ കാരണം, ഈ ഓഫീസും. നല്ല വെള്ളടിച്ചതിന്റെ കെട്ട് മാറിയില്ല, അതാണ്. എന്താ 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 എന്തെങ്കിലും പറയണമെങ്കിൽ എന്നോട് മുഖത്തോക്കി പറയണം. അല്ല, വിക്സ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോടെ ചോദിക്കേനേ മണ്ടോദരനോടെ, കാരണം ആവശ്യം വരും ചോദിച്ചു. അതെ, വീട്ടിൽ നിന്ന് കൊണ്ടുവരാത്തോണ്ടാ ഞാൻ ചോദിച്ചാ കേട്ടാ. ഹലോ, അതെ, കൃഷി ഓഫീസാണ്. അല്ല, അത് ഉടൻ ഞാൻ പരിശോധിക്കാം. ഞാൻ പരിശോധിച്ചിട്ട് പറയാം. തെറ്റിയതാണ്. ആ ഉസ്മാന്റെ പുരയിടത്തില് മണ്ടരി ബാധിച്ച തെങ്ങ് മുറിക്കാൻ പറഞ്ഞിട്ട് മുറിച്ചോ? മുറിച്ചല്ലോ. എത്ര തെങ്ങ് മുറിച്ചു? 10. എടോ കിഴങ്ങ്, 5 തെങ്ങിനും മണ്ടരി ബാധിച്ച അത് മുറിക്കാൻ പറഞ്ഞിട്ട് അസുഖമില്ലാത്ത 10 തെങ്ങ് മാർക്ക് ചെയ്ത് മുറിപ്പിച്ചിട്ട് വന്നേക്കല്ലേ? താനൊക്കെ എന്ത് ഉദ്യോഗസ്ഥനാണോ? മറ്റത് അസുഖം ഉള്ളതല്ല, അത് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇതുപോലെ സൂക്കേടുള്ള കുറെ ഉണ്ടെങ്കിൽ ഈ ഓഫീസ് നന്നാവൂല. പിന്നെ മണ്ടോദരിയോട് ചോദിക്കാനുള്ളത്, അവിടെ രതീഷ് എന്ന് പറഞ്ഞ ഒരുത്തൻ അല്ല വാഴത്തോട്ടം നശിച്ചു എന്ന് പറഞ്ഞൊരു ഇത് പരാതി തന്നില്ലേ? അതിന്റെ നഷ്ടം അപ്രൂവ് ചെയ്ത് കൊടുത്തോ? മൊത്തം നശിച്ചു പോയി സാറേ. പോയില്ലേ? സത്യമായിട്ട് ഒരു വാഴ പോലും ഇല്ല അവിടെ. നിങ്ങളൊക്കെ എന്ത് ജോലിക്കാരാണ്, എന്ത് ജോലിക്കാരാണ്. ഞാൻ പോയി കണ്ടതാണ്. കണ്ടതാണ്. അവിടെ CCTV ക്യാമറയിൽ കണ്ട് അതിന്റെ തെളിവായിട്ട് ആള് വരും. എന്താണ് സാറേ? അവനെ വെള്ളം അടിച്ചിട്ട് രാത്രി വീട്ടിൽ വാതിൽ തുറക്കാത്തോണ്ട് ആ പുഴയിടത്തിലെ വാഴ മുഴുവനും വെട്ടി നശിപ്പിച്ചു. അങ്ങനെ നാശം ഉണ്ടായതാണ്. എന്നിട്ട് അതിന്റെ നഷ്ടപരിഹാരം എഴുതി കൊടുത്തേക്കണം. അല്ല, വാഴ ഇല്ലല്ലോ, വാഴ ഇല്ലാത്തതിനല്ലേ നഷ്ടപരിഹാരം? സാറ് ചോദിക്കും, അപ്പൊ മറുപടി പറഞ്ഞാണ് രണ്ടും. എന്നെ വിളിക്കരുത്. ഞാൻ എന്തിനാ പറയണത്? നിങ്ങൾ പറയണം. നിങ്ങൾ എല്ലാത്തിനും നിങ്ങൾ തന്നെയാണ് കാരണക്കാര്. എനിക്ക് ദേഷ്യം വരുമ്പേ. അതേ, ഇവിടെ ആരാണ് പ്രധാന ആള്? ഇവിടുത്തെ പ്രധാന ആളാരാണ്? ആക്ച്വലി എന്താ നിങ്ങളുടെ വിഷയം? വിഷയമൊക്കെ ഞങ്ങൾ പ്രധാനപ്പെട്ടവരോട് പറയാ. ആരാണെന്ന് പറ. അത് നിങ്ങളാ മുണ്ടിന്റെ മടക്കുത്തി അയച്ചുകൂടി. ഇത് ഗവൺമെന്റ് സ്ഥാപനല്ലേ? എന്തിനാ മുണ്ടിന്റെ മടക്കി കുത്തി അയച്ചിരുന്നത്? വീണ്ടും കുത്തണം. ഇത് ചന്തല്ല, ഇത് ഗവൺമെന്റ് ഓഫീസാണ്. ഞങ്ങളാണ് നിങ്ങൾക്ക് ശമ്പളം തന്നിരുത്തിയേക്കണം. അപ്പൊ നിങ്ങളാണ് ഞങ്ങളെ ബഹുമാനിക്കേണ്ടത്. നിങ്ങളെ ഞങ്ങൾക്ക് ശമ്പളം തരുന്നേ? അതെങ്ങനെ? ഞങ്ങളുടെ നികുതി പണമല്ലേ നിങ്ങൾക്ക് മാസം മാസം കിട്ടണത്. നികുതി പണം ഞാൻ വിചാരിച്ച സർക്കാരിന്റെ മോനെ ഇത് അണ്ണാക്കിലിട്ട് കുത്തുകൊള്ളണ്ട. ഇവിടുത്തെ ആരാണ് പ്രധാന ഓഫീസർ എന്ന് പറ. കുറച്ച് മര്യാദയായിട്ട് സംസാരിക്കണം കേട്ടോ. ഇത് ഇത്രയും മര്യാദ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുന്ന ആളാരാണെന്ന് പറയും. നിങ്ങൾ മാഡത്തിനോട് ചോദിക്കേ. അതല്ലേ ചോദിക്കണത്. അപ്പൊ നിങ്ങക്ക് പറഞ്ഞൂടെ? എന്താ ചോദിക്കണ്ടത്? അല്ല, എന്താ പറയണ്ട്? നമുക്ക് രാഘവേട്ടന്റെ ഒരു പ്രശ്നമുണ്ട്, എന്റെ വാർഡിലുള്ളതാണ്. അപ്പൊ അത് സംസാരിച്ച് ആരാണ് തീരുമാനം ഉണ്ടാക്കണ അത് പറയും. അതാണെങ്കിൽ ഇവിടെ ചോദിച്ചാ മതി. അയാളാണ്. ഒരു ഇതൊക്കെ ലോക്കൽസ് ആണ്. കിട്ടിക്കോളൂ. അതെ, സാറല്ലേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആള്? അതെ, നിങ്ങൾക്ക് ഇവിടത്തെ
പ്രധാന ഓഫീസറല്ലേ കാണേണ്ടത്? അതെ. അല്ലേ? അതെ. അത് ഞാനല്ല. അപ്പൊ ഇവര് പറഞ്ഞ് സാറാണ്. അവര് പലതും പറയും. കൃഷി ഓഫീസർ ഇതിനകത്തിരിപ്പുണ്ട്, അദ്ദേഹത്തിന് പോയി കാണും. അപ്പൊ സാറല്ലേ ഇവിടുത്തെ മെയിനാള്? അകത്ത് സാറുള്ളപ്പോ ഞാനല്ല സാറ്, ആ സാറാണ് സാറ്. ആ സാറ് ഇല്ലാത്തപ്പോഴാണ് ഞാൻ സാറ്. ഇപ്പൊ മനസ്സിലായോ സാറേ? ഓ, അച്ഛല്ലാത്തപ്പോ അമ്മ. നല്ല കുഞ്ഞമ്മ. എന്താ? അതെ, ഇത് രാഘവേട്ടൻ നമ്മുടെ പ്രധാന ഒരു കർഷകനാണ് നമ്മുടെ നാട്ടിലാണ്. ഓ, അപ്പൊ ഒരു കർഷകർക്കുള്ള ഒരു 2000 രൂപ ധനസഹായം ലഭിച്ചിരുന്നു രാഘവേട്ടന്. അപ്പൊ ഇപ്പൊ കുറെ നാളായിട്ട് അത് കിട്ടണില്ല. അപ്പൊ നമുക്കതൊന്ന് കൊടുക്കണം. ഞാൻ ബാങ്കിൽ പോയപ്പോ സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ബാങ്കിൽ പോയപ്പോ പറയുന്നത് അത് നിർത്തിയിട്ടുണ്ട്. ഞാൻ എപ്പം മേടിച്ചോണ്ട, ഞാൻ ഇവിടുത്തെ നല്ല കർഷകനാണ്. അതിപ്പോ നിർത്തിന്നാ പറയുന്നത്. പേരെന്താന്ന് പറഞ്ഞേ? രാഘവൻ ചിറ്റെഴുത്ത്. അതെ. തൂമ്പ എടുത്തില്ല അപ്പൊ കൈവറക്കും സാറ്. കിളക്കാഞ്ഞിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് കൂടെ പോയി കിളക്കാൻ. അതെ, രാഘവൻ ചിറ്റെഴുത്ത്. ആ, രാഘവൻ. തരും. അയ്യോ, അത് ഞാൻ കട്ട് ചെയ്തല്ലോ. അത് കട്ട് ചെയ്തു നമ്മള്. എന്തിന്? അതൊരു കംപ്ലൈന്റ് കിട്ടി ഇവിടെ. എന്ത് കംപ്ലൈന്റ്? നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ട്? അർഹതപ്പെട്ടിട്ടല്ലേ സർക്കാർ രാഘവേട്ടന് കൊടുക്കണം. പിന്നെ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, അത് വേറെ പ്രശ്നമുണ്ട് അതിനകത്ത്. എത്രയുണ്ട് സ്ഥലം? എത്രയുണ്ട് പറയും? 3 ഏക്കർ മേലുണ്ട്. വീട്ടിൽ ആർക്കെങ്കിലും സർക്കാർ ജോലി ഉണ്ടോ? ഒരു മോന് സർക്കാർ ജോലിയുണ്ട്. ഗൾഫിൽ ആരെങ്കിലും ഉണ്ടോ? ഒരു മോനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കംപ്ലൈന്റ് വന്നു ഇവിടെ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. അതല്ല, അവര് പഠിച്ചിരുന്നോടിയല്ലേ, ഞാൻ കൃഷിക്കാരനല്ലേ. അല്ല ചേട്ടാ, 2.5 ഏക്കർ കൂടുതലുള്ള ആളുകൾക്ക് ഇത് കിട്ടില്ല. എന്തേ? അതിൽ കുറഞ്ഞ കർഷകർക്കാണ് ഇത് കൊടുക്കുന്നത്, ഈ ആനുകൂല്യം കൊടുക്കുന്നതേ. അപ്പൊ ഞാൻ കൃഷി ചെയ്യുന്ന മോശം? നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടാവും, ശരി തന്നെ. അതെ, സാറൊന്ന് കണ്ണടച്ചാൽ അത് കിട്ടൂലേ? അയ്യോ, കണ്ണടയ്ക്കാൻ പറ്റില്ല. അല്ല, കർഷകനാണ്. ആ വക പരിപാടികൾ ഒന്നും നടക്കില്ല. പാവപ്പെട്ട കർഷകർക്കുള്ളതാണ്. അവര് ആ 2000 രൂപ അവര് വാങ്ങിച്ചോണ്ട് പോക്കോട്ടെ, ഇങ്ങർക്ക് അത് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മളൊക്കെ ഒന്ന് പറയണ സ്ഥിതിക്ക് അത് ചെയ്യാൻ പറ്റില്ല ചേട്ടാ. അതെന്താ, ഞാൻ കർഷകനല്ലേ. രാഘവേട്ടാ, വർത്താനം പറയണ്ട, അത് കിട്ടൂല. അർഹതയില്ല, സാറ് പറഞ്ഞിട്ടില്ലേ? നീ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നീ കിട്ടൂലെന്നാ നീ പറയുന്നത്? ഇപ്പൊ കിട്ടൂല എന്ന് പറഞ്ഞ രാഘവേട്ടൻ പറഞ്ഞപ്പോ അത് മര്യാദയായിട്ട് എനിക്ക് തോന്നി. സാറ് നിയമം പറയുമ്പോ നമ്മൾ മനസ്സിലാക്കില്ല. ഞാൻ ഇവിടുന്ന് എഴുതി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ എത്ര വാങ്ങിച്ചു? ഞാൻ കുറെ ആയി വാങ്ങിക്കുന്നു. കുറെ ആയിട്ട് വാങ്ങിക്കുന്നില്ലേ? അത്രയും വാങ്ങിച്ച അത്രയും നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും. അതെ, തിരിച്ചടക്കേണ്ടി വരും. പെട്ടെന്ന് അടക്കണത്. നീ എന്ത് വർത്താനായി പറയുന്നത്? എന്നോട് ഇത് മേടിച്ചു തരാൻ വേണ്ടി ഇപ്പൊ ആടെ തിരിച്ചടക്കണം എന്നാ നീ പറയുന്നത്? എന്റെ രാഘവട്ടെ 2-3 ഏക്കർ സ്ഥലമുണ്ട്, മക്കൾക്ക് സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇത് മേടിച്ച് തിന്നാൻ കൊള്ളാം. എന്നെ ഇവിടെ കൊണ്ട് പൈസ അടുപ്പിക്കാനാ നീ ഇപ്പൊ കൂട്ടിക്കൊണ്ടല്ല. നിങ്ങളത് മേടിച്ച് തിന്നണം. ഇത് പാവപ്പെട്ട ആളുകൾക്കുള്ള പൈസ അല്ലേ? നീ എനക്ക് മേടിച്ചു തരാനല്ലേ പറഞ്ഞു? സാറേ, ഇതുപോലത്തെ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടണം. വെട്ടണം, കൊടുക്കാൻ പാടില്ല. നിങ്ങൾ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഞാൻ തരാം. കൊടുക്കരുത് അത്. എന്തൊക്കെ ആളുകള്. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന എനിക്കൊന്നും പറയണ്ട അങ്ങോട്ട്. എന്താ ഇയാൾക്ക് ഇപ്പൊ വേണ്ടേ? ബാധ്യത സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്തൊക്കെ വേണമെന്നോ? ഒരു തെങ്ങിന്റെയും ഒരു പ്ലാവിന്റെയും ഒരു ആഞ്ഞിലിന്റെയും 3 ഫോട്ടോ കോപ്പി എടുക്കണം. എടുത്തിട്ട് ഏതെങ്കിലും ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് വാ. ഇവിടെ കൃഷി ഓഫീസാണെന്ന് പറഞ്ഞാൽ പിന്നെ തനിക്ക് മനസ്സിലാവൂലേ? എത്ര പ്രാവശ്യം പറയണം ഓരോ കഴുതെടുത്ത്? എന്താ എന്താ സാറേ? സാറേ, ഓ, ചെറിയ കാര്യം പറയട്ടെ സാറേ. പറയടോ. സാറേ, ചിങ്ങാണല്ലോ വരാൻ പോകുന്നത്. എന്താ ചിങ്ങ വരണ്ടേ? ചിങ്ങ എന്തായാലും വരണം സാർ. ചിങ്ങ 1 വരണം. ഇയാൾ വന്ന കാര്യം പറയും. ഓ സാറേ, ഈ ചിങ്ങ 1-ാം തീയതി നമ്മൾ പഞ്ചായത്ത് തലത്തിൽ കൃഷിഭവന് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടല്ലോ, കർഷകശ്രീ. ഉണ്ട്, അത് കൊടുക്കും. സമയമാകുമ്പോ അത് കൊടുക്കും. അത് എന്തായാലും കൊടുക്കണം സാറേ. സാറേ, ഇത്തവണ ഒറ്റ പ്രാവശ്യം അതെനക്ക് തരണം. തനിക്ക് കൃഷിയുണ്ടോ? കൃഷിയുണ്ട് സാറേ. എന്താ കൃഷി? കൃഷി വെണ്ടക്ക, കൈപ്പക്ക, നരമ്പൻ, പിന്നെ വെള്ളരിക്ക. എന്നൊക്കെ കറിക്ക് കൂട്ടിട്ട് എന്തായാലും കിട്ടും സാറേ. അല്ലടോ, ഇത് എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് കർഷകശ്രീ എടുക്കണ ഈ അവാർഡ്? അതെന്താ വെച്ചാല് നാട്ടിലൊരു നരിയും പേരെല്ലാം വേണ്ട സാറേ. എനിക്ക് തനിക്ക് കർഷകശ്രീ അവാർഡ് വേണം? വേണം സാർ. അത് തരാം. ഓ, ഇവിടെ നല്ല ഇടുന്ന അല്ല, പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ, പോസ്റ്റ്. അതിന് തൊട്ടടുത്ത് ആദില മെറ്റൽസ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. ബാലകൃഷ്ണന്റെ. അതെ, അവിടെ ഈ ട്രോഫിയും പാത്രങ്ങളൊക്കെ വിൽക്കണ കട. അവിടെ ട്രോഫിയൊക്കെ ഉണ്ട്. ആണെന്നാ കൊടുക്ക്. അവിടെ പോയിട്ട് പറഞ്ഞാ മതി,
ഒരു കർഷകശ്രീ അവാർഡ് വേണമെന്ന്. അപ്പൊ അവരൊരു നല്ല ട്രോഫി ഒക്കെ എടുത്തിട്ട് അതിൽ എഴുതി അങ്ങ് തരും. സാറേ അത്രേ ഉള്ളൂ. ആവശ്യം എന്തെല്ലോ നൂലാപാലുണ്ട്. ഒന്നുമല്ല, അത്രേ ഉള്ളൂ. ഓ ഒരുപാട് നന്ദിയുണ്ട് സാറേ. ഓ അതൊന്നും വേണ്ട, വയ്ക്കാം. മറക്കൂല സാറേ. ഓ ഓ ഓടോ. ഓ അല്ല സാറേ, അപ്പൊ അവാർഡൊക്കെ ഇപ്പൊ ഇങ്ങനെയാണ് കിട്ടണല്ലേ? അല്ല സാറിന്റെ വീട്ടിലും കുറച്ച് അവാർഡൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇരുന്ന് പണിയെടുക്കണോ? കണ്ടതാ, ഞാൻ കണ്ടതാ. മൗസ് ചത്ത്, ഇനി കയറ്റും കൂടി ചാവാനുള്ളു. ഗുഡ് മോർണിംഗ് സാർ. സ്വാമി സാർ. വലൈക്കും അസ്സലാം. അല്ല ശരണം അയ്യപ്പ. സാറ് സ്വാമിയാണോ? എന്നാ പോണേ മകരവിളക്കിനാ? അതെ. ഇതെന്ത് പറ്റി സാറേ മാലടാൻ? ഭാര്യയ്ക്ക് മോൾക്ക് ഒരേ നിർബന്ധം. അവർക്ക് തോന്നിയിട്ടൊന്നല്ല. എന്തെങ്കിലും പറഞ്ഞോ? അല്ല സാറിന് ആ ബുദ്ധി തോന്നി നന്നായി. സാറപ്പോ വൃതാണോ? അതെ, ഇന്ന് മുതല് ഫുള്ള് വെജ്ജ. അതെ, നിങ്ങളതിൽ എത്ര ദിവസമായി വ്രതോ? 41 ദിവസം. ഒരു കൊല്ലാക്കാൻ പറ്റുമോ? എന്തൊരു മനസ്സമാധാനം ഉണ്ടാവും മൂപ്പരെ വീട്ടിലും നമ്മളെ ഓഫീസിലും. സ്വാമി സാർ. മൊയ്തുവേ, ഇവിടെ ആ കർഷകർക്ക് ഒരു ലോൺ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരു ഫയൽ വന്നു തന്നിരുന്നല്ലോ, അതെന്തായി? പണി മുഴുവൻ കഴിഞ്ഞില്ലേ സാറേ? അതൊക്കെ മതി. സമയം പോലെ അതൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. സാറ് വരുമ്പോ അവിടുത്തെ പായസം കൊണ്ടുവരില്ലേ? അരവണ. അപ്പോ അരവണ എല്ലാവർക്കും കൊണ്ടുവരണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിനടുത്തുള്ള ആൾക്കാരൊക്കെ വരുമ്പോ തരേ. ഇത് നന്നാക്കിയോ? നന്നാക്കി സാർ. വളരെ സ്മൂത്ത് ആയിട്ട് പോകണ്ട്. അത് ഇന്നലെ രാത്രി തന്നെ നന്നാക്കി. സ്വാമി ശരണം. ഇതൊരു മാറ്റല്ലേ? അല്ലോ കോയ. അതെ, ഇതെന്താ സാറപ്പ ഇത് കഥ? സ്വാമി ശരണം. കാരണം വയ്യപ്പ, നിങ്ങളിപ്പോ മാലിട്ട് പിന്നിപ്പോ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഞാൻ അജ്ജന് പോകുന്നുണ്ട്. എവിടേക്ക്? അജ്ജന് പോകുന്നുണ്ട് ഞാൻ. ഈ അജ്ജന് എന്താ വൃശ്ചിമാസത്തിൽ അജ്ജന് പോണേ? നോമ്പ് ആയിട്ട് എന്നിട്ട് വനക്ക് അജ്ജന്. ഇതിപ്പോ അവിടെ പറഞ്ഞു കേട്ടിട്ട് ഈ തടിയപ്പാ നോക്കണ്ട. ഈ ഇനി മറുപടി പറയണോ? എന്താ തെങ്ങൻ തൈ തരാത്ത? എന്തെങ്കിലൊക്കെ തെങ്ങൻ തൈ തരാത്തേക്ക് വന്നിട്ട് ആരും വന്നില്ല. അപ്പൊ ഇങ്ങള് വന്നില്ലേ? ചിക്കണ്ട നാള് മുമ്പ് എന്തിനാ ഇവിടെ തെങ്ങൻ തൈ വരുന്ന എടുത്തോളിയും കൊണ്ടുപോയിക്കോളി, ഇതൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പൊ ഞാനിപ്പോ ഇതിന് മെനക്കെട്ടായി. ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അങ്ങനെയാണ്. വരുന്നുണ്ട് വരാത്തിന് ഞങ്ങൾ എന്താക്കാൻ വന്നാൽ തരൂല്ലേ? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനൊക്കെ ഒരു സീസൺ ഉണ്ട് കുട്ടിയെ, അത് മനസ്സിലാക്കി. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോ അങ്ങോട്ട് തന്ന തെങ്ങോണ്ട് വെക്കാൻ പറ്റില്ല. മയക്കും മുമ്പ് ഇത് വെക്കണം, അതിന്റെ മൂടി കഴിഞ്ഞു. ഓ അങ്ങനെ ഉണ്ടല്ലേ? ശരി, ഇപ്പൊ എന്തിനാ ഇവിടെ കയറി കുത്തിരിക്കണേ? അതെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണ്ട, ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. വന്നാൽ ഞങ്ങൾ പറയില്ലോ. നിങ്ങളൊന്നും കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരല്ല. വെറുതെ ശമ്പളം മേടിക്കാൻ വേണ്ടി കുത്തിരിക്കാണ് കള്ള നായ്ക്കൾ. സ്വാമിയെ ശരണയ്യപ്പോ. സ്വാമിയെ, നിങ്ങൾ ഇരിക്കണത് പെട്ടെന്ന് മറന്നുപോയിട്ടോ. അതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇങ്ങനത്തെ ഒരു ഇടങ്ങറുണ്ടായി കഴിഞ്ഞാൽ സ്വാമിയാരെ അല്ല ഹാജിയാരെ കുറച്ചുകൂടെ ആത്മസംയമനം പാലിക്കും. അല്ല, എനിക്ക് ആഗ്രഹം ഇല്ലാണ്ടല്ല സാറേ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഈ വയസ്സാം കാലത്ത് എത്ര തവണ ഇവിടെ കയറി വരുന്നേ? നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമല്ലോ. എന്ത് പരിഹാരം ഉണ്ടാക്കണേ? നിങ്ങളാരാണ്? ഞാൻ ഇവിടുത്തെ കൃഷി ഓഫീസർ. എന്താ കാര്യം? അതെ സാറേ, നിങ്ങളൊന്ന് ആലോചിച്ചോക്കാം. ഞാനിപ്പോ എത്രാമത്തെ തവണ ഈ ഒരു തെങ്ങൻ തൈക്ക് വേണ്ടി ഇവിടെ വരുന്നറിയോ? നിങ്ങളൊരു മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ, ഓൻ പറഞ്ഞിട്ട് ആ ചങ്ങായി പറഞ്ഞ കേട്ടിട്ടാണ് ഞാൻ എന്റെ വീട്ടിലെ റബ്ബറൊക്കെ വെട്ടി കുയ്യെടുത്ത് തെങ്ങൻ തൈ വെക്കാന്ന് വിചാരിച്ച് 10-250 കുജ്ജാണ് വെച്ചേക്കണേ. തെങ്ങൻ തൈ ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്നതല്ല, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരും. പറഞ്ഞു ഇയാള് കേക്കണ്ടേ? ചെന്ന് മുണ്ടായിക്കടോ. സ്വാമി ശരണം. സ്വാമി ശരണം. അതെ, ഞാൻ എന്താ കാര്യത്തിണ്ടോ സാറേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക്. ഇതിപ്പോ മഴ പെയ്യുന്നേറ്റ് മുമ്പ് ഇപ്പൊ 10-250 കുയ്യെടുത്ത് ഉണ്ടായിരുന്ന റബ്ബറൊക്കെ പോയി. അതിനിപ്പോ വേണ്ട വളം കാര്യങ്ങളും ആട്ടുംകാട്ടും ചാണകം ഒക്കെ ഇറക്കി.
ഇക്കണ്ട കായും ചെലവാക്കിയിട്ട് ഈ മഴ പെയ്ത് കുയില് വെള്ളം നിറഞ്ഞാൽ പിന്നെ ഒരു തെയ്യ് വെക്കാൻ പറ്റുമോ സാറേ? അതെ, നിങ്ങളെ പോലുള്ള കർഷകർ കൃഷി ചെയ്യാൻ വേണ്ടി വരുമ്പോ നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. അതെ, അതിനിപ്പോ നിങ്ങളിനൊക്കെ കുയില് കൊണ്ടുപോയി വെക്കാൻ പറ്റില്ലല്ലോ. തയ്യില് തയ്യല്ലേ സ്വാമി സാർ. അപ്പൊ അത് വരട്ടെ, വന്നു കഴിയുമ്പോ നിങ്ങൾക്ക് തരും കേട്ടാ. അപ്പൊ അത് വരെ ഇപ്പൊ ആ കുയ്യും കുത്തിയിട്ട് കാല് നീട്ടിയിരിക്കുക. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് കേര സമൃദ്ധി പദ്ധതി പ്രകാരം കേരളത്തില് എത്ര തെങ്ങും തൈ ഞങ്ങൾ വിതരണം ചെയ്തു എന്നാ വിചാരിക്കണത്? എത്ര ചെയ്തു? 2 കോടിയിലധികം. നിങ്ങൾ പറഞ്ഞ പ്രകാരം ഇപ്പൊ ഇവിടെ തെങ്ങിന്റെ കാട് വന്നിട്ട് അതിൽ കൂടെ ആനയും പുലി ഇറങ്ങിണ്ടാവും. എവിടെ നിന്ന് നടക്കണം ഇതൊക്കെ നിങ്ങൾ പറയാന്നല്ലാണ്ട് എവിടെ നടന്നു? അതെ, വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കാം. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആയി പോയി. ആയിക്കോട്ടെ സാറേ, ഇനി നിങ്ങള് തരുന്നതല്ലേ. വരുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചോളി, നേരെ ഇങ്ങോട്ട് പോരണ്ട കേട്ടോ. ഒന്ന് ഫോൺ വിളിച്ചോളി. എന്റെ ഫോണിന്റെ കാര്യം കൂടി കളയാനോ? വിളിക്കണം. പോകുന്നത് പോക്കോട്ടെ, എന്തിനാ പിന്നെ വിളിച്ചു വരുത്തുന്നത്? പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ സാർ? ഇങ്ങനെയുണ്ട് ജനങ്ങള്. ഒരു സ്വാമീന്റെ മുമ്പ് പറഞ്ഞ വർത്താനം കേട്ടില്ല നിങ്ങള്? സംശയം അല്ല സ്വാമി, അല്ല സാറേ, ഈ തെങ്ങും തൈ എന്താ വരാത്തെ? തെങ്ങും തൈ വരാത്ത എന്താന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ ഇന്നലെ കൂടി വിളിച്ച് ഫോളോ അപ്പ് ചെയ്തേ ഉള്ളൂ. കാരണം ഈ കോയെ പോലെ തന്നെ ഒരുപാട് പേര് ദിവസം ഇവിടെ കയറി ഇറങ്ങുന്നുണ്ടേ തെങ്ങും തൈ. എന്നെയും വിളിക്കുന്നുണ്ട്. വീട്ടിൽ ചില ആൾക്കാർ വന്ന് ചോദിക്കാൻ തുടങ്ങിയിരിക്കണ്. ഓഫീസിലും രക്ഷയില്ല, വീട്ടിലും രക്ഷയില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ സമാധാനം പറഞ്ഞ് സമാധാനിപ്പിക്കുക അല്ലേ? അല്ല, എന്ത് ചെയ്യാൻ പറ്റുന്നേ? സംശയം. ശരി ശരി സാർ. ഇത് കുറച്ചുകൂടെ ഒക്കെ ഒരു സമാധാനം വേണം ജീവിതത്തിൽ കേട്ടോ. എല്ലാത്തിനും എടുത്ത് ചാടരുത് സാറ്. ആളുകൾ ഇങ്ങനെ പെരുമാറുമ്പോഴേ അറിയാണ്ട് പറഞ്ഞു പോണതാ. ആൾക്കാർ പല രീതിയിൽ പെരുമാറിയാലും നമ്മൾ സംയമനം പാലിക്കും കേട്ടോ. സാറിന് ഭയങ്കര മാറ്റാണ് ഇപ്പോ. മാലട്ടേനേഷേ സ്വാമി. സാറെല്ലാം പറയാണ്ട് പറഞ്ഞു പറ്റിച്ചല്ലേ സ്വാമി ശർമ്മ. എന്തേ? അതെ, ഞാൻ സാറ് പറഞ്ഞ പോലെ ട്രോഫി വിൽക്കുന്ന കടയിൽ പോയി കർഷകശ്രീ അവാർഡ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു 500 രൂപ വേണമെന്ന് പറഞ്ഞു, കൊടുത്തു. കർഷകശ്രീ അവാർഡ് ഒട്ടിച്ചിട്ട് നല്ലൊരു ട്രോഫി എനിക്ക് തന്നു. അപ്പം വേട്ടാ, നിനക്ക് പത്മശ്രീ അവാർഡും കൂടി എനിക്ക് വേണ, ഒരു 500 രൂപ എന്നാ മതി പറഞ്ഞു. 500 കൊടുത്താന്നില്ല, ഇതെന്റെ ഒരു അഭിമാനമല്ല സാറേ. ഞാൻ 500 രൂപ കൊടുത്ത് ഒരു കർഷകശ്രീ അവാർഡും ഒരു പത്മശ്രീ അവാർഡും രണ്ടും കൂടി എനിക്ക് തന്നു. ഒരു കർഷകശ്രീയും ഒരു പത്മശ്രീയും. ഞാൻ ഇങ്ങനെ നിൽക്കുക 2 ട്രോഫിയും വീട്ടിലുണ്ട് സാറേ. ഒരു അവാർഡ് ജേതാവെന്ന നിലയിൽ ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനായി ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താണ് സാറേ? ആ വഴക്കേക്കാരെ കണ്ടോട്ടല്ലോ, എല്ലാ മാസവും 2 സമയത്താണ് ഞാൻ ഉഴുതു മറിച്ചിട്ട് നെല്ലിടല്. ആ കിട്ടി കൃത്യമായിട്ട്. ഒരു മാർച്ച് ഏപ്രിൽ മാസത്തില് വെറുതെ കിടക്കും തരിച്ചായിട്ട്. കുഴപ്പമില്ല, നമ്മളെ നാട്ടിലെ കുഞ്ഞുകളും ഞാനടക്കം ക്രിക്കറ്റ് കളിക്കുന്നതാണ്, ഫുട്ബോൾ എല്ലാം കളിക്കും. ഈ സമയത്ത് മാത്രം കുണ്ടുവച്ച് വെക്കും, എല്ലാം ഉഴുതു മറിച്ചിടും, ആകെ നശിപ്പിച്ചടിയും ഈ കുഞ്ഞുകൾ കളിക്കുന്നതായിട്ട്. ഇപ്പൊ നാട്ടുകാർ എന്നോട് പറഞ്ഞു, ഏതായാലും ഒരു അവാർഡ് ജേതാവല്ലേ, ഇത് നീ ഇവിടെ പറയണം. സാർ അതിനൊരു തീരുമാനം എടുക്കാം. എന്റെ എളിയൊരു അഭിപ്രായം. പോയിക്കോട്ടെ സാർ. നന്ദിയുണ്ട് സാറേ. സ്വാമി സാർ. താങ്ക് യു സാറേ. സാറ് രക്ഷപ്പെട്ടാട്ടോ. ഞാൻ വിചാരിച്ചു സാറിനെ തല്ലാൻ വന്നാന്ന്. സ്വാമി ശർമ്മ. സ്വാമിയേ.